എല്ലാവർക്കും നമസ്കാരം. RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ് നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഔട്ട് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ എക്സാം എഴുതാൻ എലിജിബിൾ ആണോ അതോ ഇൻഎലിജിബിൾ ആണോ, ഏതെങ്കിലും കാരണവശാല് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ, അതായത് ഇന്നു മുതൽ 9/7/2026 മുതൽ നിങ്ങളുടെ RRBയുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 90-80% കുട്ടികളും ഈ എക്സാം എഴുതാൻ എലിജിബിൾ എന്ന് തന്നെയായിരിക്കും സ്റ്റാറ്റസ് കാണാനായിട്ട് പോകുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇൻഎലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി അതൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സാമിനും ഒരു 10 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് സിറ്റി ഇന്റിമേഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് നിങ്ങൾ ഏത് സിറ്റിയിലാണ്, ഏത് ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്, ഏതായിരിക്കും ഷിഫ്റ്റ് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി എക്സാമിനും ഒരു 3 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിനെപ്പറ്റി ആരും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മാത്രമാണ്. ഇനി നിങ്ങളുടെ ഇത്തവണ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് ഔട്ട് ആയപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഏകദേശം 55 ലക്ഷം സ്റ്റുഡൻസ് ആണ് ഈ ഒരു 22,000 വേക്കൻസിക്ക് വേണ്ടിയിട്ട് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ 22,000 വേക്കൻസി ആണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കിയ കുട്ടികൾക്കൊക്കെ അറിയാം. 22,000+ വേക്കൻസികളാണ് ഇത്തവണ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തില് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതാനായിട്ട് പോകുന്നത് ഏകദേശം 55 ലക്ഷം സ്റ്റുഡൻസ് ആണ്. അപ്പൊ ആ ഒരു നമ്പർ കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാനായിട്ട് നോക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.